ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ബ്രസീലിൻ്റെ ദേശീയ ടീം ആരംഭിച്ചതാണ്. പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഒരുപാട് പരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സൗഹൃദ മത്സരങ്ങൾ കൂടി കഴിഞ്ഞാൽ ബ്രസീലിന് കളിക്കേണ്ടി വരിക വേൾഡ് കപ്പാണ്. അതിനു മുന്നേ നല്ല ഒരു ഫൈനൽ സ്ക്വാഡിനെ കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് കാർലോ ആഞ്ചലോട്ടി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിയാഗോ സിൽവ നടത്തിയിട്ടുണ്ട്. അതായത് അടുത്ത വേൾഡ് കപ്പിനുള്ള ടീമിൽ ഇടം നേടാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് തിയാഗോ സിൽവ തുറന്നു പറഞ്ഞിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടിക്ക് തന്നെ വേണമെങ്കിൽ വിളിക്കാം, താൻ അവൈലബിൾ ആയിരിക്കും എന്ന കാര്യം ഇപ്പോൾ തിയാഗോ സിൽവ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കാർലോ ആഞ്ചലോട്ടിക്ക് ഞാനിവിടെ ലഭ്യമാണ്, അവൈലബിൾ ആണ്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും. ഇനിയിപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചില്ല എന്ന് കരുതി പ്രശ്നങ്ങളൊന്നുമില്ല, ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകും. തീർച്ചയായും ഒരു വേൾഡ് കപ്പ് കൂടി കളിക്കുക എന്നുള്ളത് അസാധാരണമായ കാര്യമാണ്. വേൾഡ് കപ്പോട് കൂടിയാണ് ഫ്ലുമിനൻസുമായുള്ള എൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വേൾഡ് കപ്പോട് കൂടി എൻ്റെ കരിയർ അവസാനിക്കുന്നത് അത് മനോഹരമായ ഒരു കാര്യമായിരിക്കും. ഇതാണ് ഇപ്പോൾ തിയാഗോ സിൽവ പറഞ്ഞിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പോട് കൂടി ഫ്ലുമിനൻസുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കും. പിന്നീട് ബ്രസീലിനോടൊപ്പം വേൾഡ് കപ്പ് കളിച്ചുകൊണ്ട് ഈ ഒരു കരിയറിന് വിരാമം കുറിക്കാനാണ് തിയാഗോ സിൽവ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സാധ്യമാവുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. നിലവിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഒരുപാട് താരങ്ങളെ ബ്രസീലിന് ലഭ്യമാണ്. തിയാഗോ സിൽവയുടെ പ്രായം പരിഗണിക്കേണ്ട ഒന്നാണ്. ശരിയാണ്, ഈ പ്രായത്തിലും മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ വേൾഡ് കപ്പിന് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.